ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിമിഷം പരിശുദ്ധം കറി മസാല കൂട്ടിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പാചക മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന സത്യഭാമയ്ക്ക് 10 ലക്ഷം രൂപയും ട്രോഫിയും രേഖാ മേഡം നൽകുന്നു. ക്യാഷ് പ്രൈസ് കൊണ്ടുവരും മാഡം. എന്തു പറയുന്നു? ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? കൊടുക്കും. പ്രതീക്ഷയില്ലാത്ത മനുഷ്യരില്ലല്ലോ. ഞാനും പ്രതീക്ഷിച്ചു. എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി. ഇതിപ്പോ വിജയായി വരുന്ന സത്യാമ്മയെ കണ്ടൊന്ന് അഭിനന്ദിച്ചിട്ട് പോന്ന് വെച്ചിട്ട് അവര് വരുന്നില്ലല്ലോ പിള്ളേ. ഓരോരുത്തരായി പ്രത്യേകം ഒന്ന് അഭിനന്ദിക്കാവും. പരിശുദ്ധം കർമ്മശാല കമ്പനിയിലെ ജീവനക്കാരെല്ലാരും ഉണ്ടാവുമല്ലോ. അല്ല, എന്നാലും ഇങ്ങനൊരു അഭിനന്ദനം ഉണ്ടാവോ? അല്ല, മത്സരവും കഴിഞ്ഞ് ഫലപ്രഖ്യാപനവും കഴിഞ്ഞപ്പോഴല്ലേ 100 നമ്മളെ വിളിച്ച് വിജയിച്ച കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇത്ര നേരം എടുക്കുവോ സമ്മാനദാനത്തിന്? 10 ലക്ഷം രൂപ എണ്ണി കിട്ടണ്ടേ എന്റെ സാറേ? പെട്ടെന്നൊക്കെ എണ്ണി എടുക്കാൻ പറ്റുന്നതാണോ? അതിന് ചക്കാരിക്കത്തില് തരുന്നത്. ഏയ്, ഇങ്ങനെയുള്ള മത്സരങ്ങൾക്കെല്ലാം ക്യാഷ് തന്നെയായിരിക്കും തരിക. അവർക്കും അത് തന്നെയാണ് സൗകര്യം. എല്ലാം കണക്കുകൾ വകയിരുത്താനുള്ള ഒരു കളിയല്ലേ രാഘവ സാറേ? ആ, കണക്കുകൾ എന്തോ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കണം. ദേ, പണം കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും അമാന്തിക്കരുത്. എത്രയും പെട്ടെന്ന് ചികിത്സയ്ക്കായി പോണം. പണം വീട്ടിൽ നിന്നാ പിന്നെ 100 അംശങ്ങളായിരിക്കും. ഒടുവിൽ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കേയില്ല.
കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഈ പണം തീരുകയും ചെയ്യും. പിള്ള ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. സത്യമാ പറഞ്ഞത്. പണം സത്യമുള്ളതാണ്, പക്ഷേ ചില സമയത്ത് അത് നമ്മളെ ഇട്ട് വട്ടം ചുറ്റിച്ച് കളയും. അതെ, വാ നൂറ് വാ മോനെ, കേറിയിട്ട് പോവാം. സത്യമേ, അത് പിന്നൊരിക്കലാവാം. ഇപ്പൊ എനിക്കൊരല്പം തിരക്കുണ്ട്. മോനെ, എന്നാലും ഇവരേക്ക് ഒന്ന് പരിചയപ്പെട്ടിട്ട് പോ. എന്തായാലും നമ്മളിനി എപ്പോഴെങ്കിലും കാണേണ്ടവരല്ലേ. വാ വാ മോളെ. ആ മോനെ വാ വാ. ഇങ്ങതാ മോളെ. രാഘവേട്ട, ഇത് നമുക്ക് കിട്ടിയ ട്രോഫിയാ. ദാ പിടിക്ക്. ദാ രാഘവേട്ട, ക്യാഷ്. വേണ്ട, അതെടുക്കണ്ട. ഇതെല്ലാമേ നീ തന്നെ വെച്ചോ. മറവി ഒരുപാട് കൂടുതലുള്ള ആളാ ഞാൻ. നാളെ നീ ഒന്ന് ചോദിക്കുമ്പോ ഞാനത് അറിയുന്നില്ലെന്നേ പറയൂ. പ്രത്യേകിച്ച് പണം അതെന്നെ ഏൽപ്പിക്കുകയേ വേണ്ട. ആ രാഘവേട്ട, ഇത് അനൂപ്. ആ സുബൈറക്ക, കേൾക്കണം. ഈ മത്സരത്തിൽ നിന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാനായി പലരും പല ശ്രമങ്ങളും നടത്തി. ഞങ്ങൾ മത്സര സ്ഥലത്ത് എത്താതിരിക്കാനായി ഗുണ്ടകളെ വരെ ഏർപ്പാടാക്കി. അവിടുന്നൊക്കെ ഞങ്ങളെ രക്ഷിച്ചതേ ദേ ഈ അനൂപ. അല്ലെങ്കിലേ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് സത്യസന്ധതയുണ്ടെങ്കിൽ അത് വിജയിപ്പിക്കാനായിട്ട് ഈശ്വരൻ ആരെങ്കിലും ഏർപ്പാടാക്കി തരും. അതിന് ഈ മോനൊരു നിമിത്തമായേ ഉള്ളൂ. മോനെ, ഒരു 5 മിനിറ്റ് ഇരിക്കാമെങ്കിൽ നല്ലൊരു കട്ടൻ ചായ കുടിച്ചിട്ട് പോവാം. അത് പിന്നെ സത്യമേ പിന്നൊരിക്കലാവാം. ഇപ്പോ അല്പ തിരക്കുണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാനങ്ങോട്ട്